കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഞ്ചാവ് വേട്ട പോലീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് കേരളയിൽ കയറി പിണറായി വിജയനോട് നേരിട്ട് കഞ്ചാവ് കൃഷിക്ക് കേരളത്തിൽ നിയമപരമായ അനുമതി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വലിയൊരു വെടിപൊട്ടിച്ചു. അദ്ദേഹത്തിന്റെ വീഡിയോ ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിച്ചത് വഴി ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത്. ഡാഡി ഗിരിജ നമുക്ക് എല്ലാവർക്കും അറിയാം, പുലിമുരുകനിലെ പ്രധാന കഥാപാത്രം. ഡാഡി ഗിരിജയെ അനുകരിക്കും വിധം അദ്ദേഹം നടത്തിയ പെർഫോമൻസ് നമ്മൾ മറക്കില്ല. ഇപ്പോഴിതാ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം മറ്റാരുമല്ല, പാരമ്പര്യ വൈദ്യനാണ്, തമ്പി നാഗാർജുന. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയുണ്ട്, അഖിൽ. നമ്മൾ സാധാരണക്കാരല്ല ഇവര്, കാരണം ഇവര് കഞ്ചാവിൽ നിന്ന് പല അത്ഭുത മരുന്നുകളും ഉണ്ടാക്കുന്ന ഫാക്ടറിയുള്ള ആളുകളാണ്. ഇവിടെയല്ല എന്ന് മാത്രം, കേരളത്തിൽ അനുമതിയില്ല. നമുക്ക് അവരോട് തന്നെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, അവരുടെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. പല ദിവ്യ ഔഷധങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. നമസ്കാരം. നമസ്തേ. ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ. കേരളത്തിന് അനുമതിയില്ലായിരിക്കുന്നില്ല, കേരളത്തിലൊക്കെ ഞങ്ങൾക്ക് വിൽക്കാം. ഞാൻ പറഞ്ഞ കഞ്ചാവ് കൃഷി അല്ല, അത് അവിടെയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ അന്ന് ഇൻവെസ്റ്റ് കേരളയിൽ പോയതും മന്ത്രി രാജീവിനെ കണ്ടത്. കാര്യം കേരളത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ളതിൽ ഏറ്റവും ആമസോൺ പോലെ തന്നെ തത്തുല്യമായ ക്ലൈമറ്റിക് കണ്ടീഷൻ ജൈവം തന്നിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ എല്ലാ മേഖലകളിലും കഞ്ചാവ് വിൽക്കുന്ന ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഈ തട്ടിപ്പുമായിട്ടൊക്കെ എങ്ങനെ രംഗത്ത് വരുന്നതിന് കാരണം? അവിടെ ജനങ്ങളെ പറ്റിക്കാനല്ലേ ശരിക്കും? അല്ല, ജനങ്ങളെ എനിക്ക് പറ്റിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതെല്ലാം അപ്രൂവ്ഡ് മെഡിസിൻസ് സെന്റർ. പിണറായി വിജയനെ താങ്കൾ പോയിട്ട് അവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനത്തെ സാധനമായിട്ട് കയറി ചെന്നില്ല. അല്ല, അത് വെല്ലുവിളിയുടെ പ്രശ്നമൊന്നും, അത് വെല്ലുവിളിയൊന്നുമല്ല. ഇത് ന്യായമായിട്ടും ഇതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ തന്നെ സാമ്പത്തിക ദാരിദ്ര്യങ്ങൾ കണ്ടമാനം ഇല്ലാതാവുകയും ഈ ചെറുപ്പക്കാരെ ഇന്ന് ഈ ജയിലിലിടുന്നതിന് പകരം അവർക്ക് അത് സല്യൂട്ടഡ് അംഗമായിട്ട് വരികയും, അവർക്ക് തല്ലല്ല തലോടലാണ് വേണ്ടത്. അതിന് ഉദാഹരണം നിങ്ങൾ പറഞ്ഞ സുഹൃത്തല്ല, എൻ്റെ കമ്പനിയുടെ ഡയറക്ടറാണ് മിസ്റ്റർ അഖിൽ. അദ്ദേഹം ആർട്ടിഫിഷ്യൽ അല്ലല്ല, കമ്പനിയുള്ള മധ്യപ്രദേശിലാണ്. അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് അവിടെ ഇവിടെ എല്ലാം ഒരേ NDPS ആക്ടാണ്, ഒരേ ആയുഷാണ്, ഒരേ മിനിസ്റ്ററുടെ കീഴിൽ വരുന്നതാണ്. മധ്യപ്രദേശില് ഈ കഞ്ചാവ് കൃഷി നടത്തുന്നതിനും അനുമതിയുണ്ട്. മധ്യപ്രദേശിൽ എനിക്ക് ഫാക്ടറിയാണുള്ളത്, എനിക്ക് കൃഷിയുള്ളത് ഋഷികേശിലാണ്. രണ്ട് ഉത്തരാഖണ്ഡിൽ അനുമതിയുണ്ട്. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റിൽ അനുമതിയുണ്ട്? 7ഓളം സംസ്ഥാനങ്ങളിൽ ഇതിന് അനുമതിയുണ്ട്. ഉത്തരാഖണ്ഡുണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, രാജസ്ഥാനുണ്ട്, ഗുജറാത്തിന്റെ ചില പാർട്സ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. മധ്യപ്രദേശും കഞ്ചാവ് കൃഷി നടത്താം. അപ്പൊ അവിടെ കഞ്ചാവ് അതേപോലെ ഫാക്ടറി നടത്താം. രണ്ടാണ്. അതായത് കൃഷി 3 തരത്തിലുള്ള കൃഷിയുണ്ട്. ഒന്ന്, നമ്മൾ മെഡിസിനൽ കനാബിസ് കൃഷി ചെയ്യാം. ആ മെഡിസിനൽ കനാബിസ് കൃഷി കഴിഞ്ഞാൽ അത് എക്സൈസിന് നമ്മൾ തിരിച്ച് കൊടുക്കണം, അല്ല നമുക്ക് തൊടാൻ പാടില്ല. നമുക്ക് ഫാക്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സൈസിൽ നിന്ന് കോട്ടയുണ്ട്, അതാത് സ്റ്റേറ്റിൽ, ആ കോട്ടയിലാണ് നമുക്ക് കിട്ടുന്നത്. അല്ല, കൃഷി ഇതുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധങ്ങളൊന്നുമില്ല. അതായത് ഇപ്പം കരിമണൽ എടുക്കുന്ന മാതിരി, കരിമണ നേരെ SIDC കൊടുത്തിട്ട് അവിടെ നിന്നാണ് CMRL എടുക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ കഞ്ചാവ് കൃഷി നടത്തിയിട്ട് അത് ഗവൺമെന്റിന് വിട്ടുകൊടുക്കണം. ചന്ദന കൃഷി അങ്ങനെ തന്നെയാണല്ലോ. ചന്ദനം ഗവൺമെന്റ് ആണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് വളർത്താം, പക്ഷെ അത് വാങ്ങുന്നത് ഗവൺമെന്റ് ആണ്. ഇതേപോലെ എന്നിട്ട് ഗവൺമെന്റ് നമുക്ക് തിരിച്ച് ആ കോട്ട തരും. അതേപോലെയാണ് നമ്മൾ വാങ്ങുന്നത് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ എത്ര കാലമായി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ട്? നമ്മളിപ്പോൾ ഈ ഫാക്ടറിയുടെ ഇത് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. നമ്മുടെ ലീഗൽ ലൈസൻസിങ് എല്ലാം കൂടെ ഒരു വലിയ പ്രൊസീജിയർ, ഒരു ദിവസം കൊണ്ട് ഈ പറഞ്ഞ കണക്കല്ല. ഇത് കൺട്രോൾഡ് ഇതിൽ വരുന്ന ഷെഡ്യൂൾഡ് ഈ മെഡിസിനാണ് ഇതെല്ലാം. ഇന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിലും കഞ്ചാവ് വിറ്റതിന്റെ പേരിലൊക്കെ കേസുകളാണ്. അപ്പം ശരിക്കും അതൊന്നും പാടില്ലാത്തതാണ് ഇന്നടക്കം. അപ്പൊ ഈ കഞ്ചാവ് എന്താണ് അതിന്റെ ഗുണകരമായ കാര്യം, എന്താണ് ദോഷകരമായ കാര്യം? രണ്ടുണ്ടാവല്ലോ. അത് കഞ്ചാവില് ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാരനുസരിച്ചിരിക്കും. ഇത് കൂടുതലും അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. പിന്നെ അത് കൂടാതെ ഈ മയക്കുമരുന്ന് കഴിക്കുന്നത്, മയക്കുമരുന്നല്ലേ ശരി കഞ്ചാവ്? മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? സെഡേഷൻ ആണല്ലേ മയക്കുമരുന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ നിരോധിക്കുന്നതിന് കാരണം അതൊരു മയക്കുമരുന്ന് ഇതായിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, കേസ് എടുക്കുന്നത്. മയക്കുമരുന്ന് എന്നുള്ള രൂപത്തിലല്ലേ കേസ് എടുക്കുന്നതൊക്കെ.
കേസ് എടുക്കണത് ഇപ്പൊ നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കഞ്ചാവ് ചെടിയുടെ കതിര് അതിന്റെ ഫ്ലവറിങ് പാർട്ടാണ് ഇവിടെ നർക്കോട്ടിക് ആയിട്ട് ബാൻ ചെയ്തേക്കുന്നത്. ഇലക്കൊന്നുമില്ല. ഇല്ല, ഇല ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വന്നതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പൊ നമുക്ക് അത് ലൈസൻസ്ഡ് ആയിട്ട് മെഡിസിന് വേണ്ടി പ്രോസസ് ചെയ്യാം. അതുകൂടെ അല്ലാണ്ട് ഇതിന്റെ സീഡ് ഉണ്ട്, അത് ഫുഡായിട്ടാണ് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട, നമുക്ക് മാർജിൻ ഫ്രീ എന്ന് വരെ സാധനം വാങ്ങിച്ചിട്ട് ന്യൂട്രീഷ്യസ് ഫുഡായിട്ട് ഉപയോഗിക്കാം. അതിന്റെ സീഡ് നമുക്ക് ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതെ. ഇതോ പിന്നെ ഇല ഈ പ്രിസ്ക്രിപ്ഷൻ വേണ്ട കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ഇ ഡ്രഗ്സ് എന്ന് പറയും അതിനാ. അതൊരു ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് ഒക്കെ ഷെഡ്യൂൾഡ് എച്ച് ആണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്കത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. ആ കാറ്റഗറിയിൽ വരുന്ന ഒരു മെഡിസിൻ ആണത്. ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ അതെ. ഈ കഞ്ചാവ് മാത്രമാണോ നമ്മുടെ പ്രോഡക്റ്റിലുള്ളത്? അത് മാത്രമല്ലാണ്ട് നമുക്കൊരു ഇപ്പൊ അത് മാത്രമുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അതല്ലാണ്ട് വേറെ ആയുർവേദിക് ഫോർമുലേഷനിൽ ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയും വിൽക്കോ? നേരം പാൻ ഇന്ത്യ, കേരളത്തിലും വിൽക്കാം. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഗുണം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറഞ്ഞു. നമ്മള് ആദ്യം തന്നെ മദന കാമേശ്വരി. ഈ മദന കാമേശ്വരി ഇത് മുമ്പ് പാലക്കാട് അവിടുന്ന് എന്തോ ഒരു വലിയ കമ്പനി ഉത്പാദിപ്പിച്ചതിന്റെ ഓർമ്മയില്ല, പണ്ട് കാലത്ത്. കോട്ടക്കലിനുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ സീതാറാം ആയുർവേദം അവർക്ക് ഒരു പ്രോഡക്റ്റിന് ലൈസൻസ് ഉണ്ട്, പക്ഷെ റോ മെറ്റീരിയലിലെ സാങ്കേതികത്വം ഇല്ലാത്ത കാരണം ആ പെർമിഷൻ എടുത്തല്ലാണ്ട് അവർ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്തു. തൃശ്ശൂര് ഡോക്ടർ രാമനാഥന്റെ അദ്ദേഹം നമ്മുടെ ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, അവൈൽ ചെയ്തിട്ടുണ്ട് ആയുഷിൽ നിന്ന്. പക്ഷേ റോ മെറ്റീരിയലിനെ കുറിച്ചുള്ള സാങ്കേതികത്വം കാരണം അത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഈ മദനകാമേശ്വരി ലേഖ്യത്തിന്റെ പ്രത്യേകത ഇത് ക്ലാസിക്കൽ ടെക്സ്റ്റായ സഹസ്രയോഗത്തിലുള്ളതാണ്. 56ഓളം മറ്റ് ഇതര പിന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്, മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതാണ്. അതായത് സാധാരണക്കാരന് പോലും കഴിക്കാൻ പറ്റിയൊരു ടോക്സിൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങൾ വരില്ലല്ലോ. ക്ലിയർ ആണെങ്കിൽ മെറ്റബോളിസം കറക്റ്റ് ആവും, അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആവും. ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് ഗട്ട് ബാക്ടീരിയ പോലും ഇല്ല. ഈ അലോപ്പതിക് മരുന്ന് കഴിച്ച് ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഗട്ട് ബാക്ടീരിയ പോലും ഇല്ലാതാണ് ഇപ്പോഴത്തെ കുട്ടികൾ ജനിക്കുന്നത്. അപ്പോൾ ഏതിനും അവർ മെഡിസിൻ ചെന്നാൽ മാത്രമേ, മെഡിസിൻ ഇംപ്രിഗ്നേറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് പോലും ഇതിൽ ഒരു റിവൈവലിന് ഇത് നല്ലതാണ്. ഒരു രാത്രി ഒരു 1/2 സ്പൂണും അവരുടെ BMI ബോഡി പിന്നെ വെയിറ്റ് ഇൻഡെക്സ് അനുസരിച്ച്. മദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സന്തോഷം തരുന്ന, ആനന്ദം ഇടുന്ന. നമ്മളെല്ലാം ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ആനന്ദം നമുക്ക് നൽകുന്നതുകൊണ്ടാണ് ഇതിനെ മദന കാമേശ്വരി എന്ന് പേരിട്ടത്. ഇത് വളരെയേറെ പ്രയോജനം ചെയ്യും. ടൈം ഡ്യൂറേഷൻ കിട്ടാനും ഉത്തേജനം വർദ്ധിപ്പിക്കാനും ആ രീതി കൂടെ നമുക്ക് ആനന്ദമേട്. അത് അതിൻ്റെ കനോബുലപ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ആധുനിക ശാസ്ത്രത്തിനെ കുറിച്ച് അഖില് സംസാരിച്ചോട്ടെ ഞാനൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ, ഇന്ത്യയിൽ തന്നെ ഈ ഹെമ്പിൻ്റെ മെഡിസിനുള്ള ഒരേ ഒരു പ്രോഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ ലൈസൻസ്. വേറെ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്ന കോട്ടക്കിൽ നിർത്തി. കാര്യം പിന്നെ സിദ്ധാശ്രമക്കാരുണ്ടായിരുന്നു, ഇവരൊക്കെ നിർത്തിയെന്ന് ചോദിച്ചാൽ എക്സൈസുകാരുടെയൊക്കെ കടന്നുകയറ്റവും അവരുടെ ഇൻ്റർപ്രിറ്റേഷൻസ് വളരെ മോശമായ രീതിയിൽ കൂടെ ആയതുകൊണ്ട് ഇവർക്ക് നടത്താൻ നിവൃത്തിയില്ലാണ്ട് നിർത്തിയാണ്. അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് കഞ്ചാവ് മണത്തറിഞ്ഞെന്ന് എഴുതിയേക്കുന്നത്. കഞ്ചാവിൻ്റെ എക്സ്ട്രാക്റ്റും കഞ്ചാവിൻ്റെ ലീഫിൻ്റെ എക്സ്ട്രാക്റ്റും മണത്തറിയാൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ ട്രെയിൻഡ് സ്നിഫർ ഡോഗൊന്നും അല്ല. അപ്പോൾ അത്രമാത്രം വിഡിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഹൈബ്രിഡ് കഞ്ചാവെന്ന്. ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലും വേർഡ്സ്, ഇതൊന്നും NDPS ആക്ട്. ശരിക്കും സിന്തസൈസ് ചെയ്യുമ്പോൾ അത് പിന്നെ ഓർഗാനിക് അല്ല. അല്ലാതെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവിന്റെ അകത്ത് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. മെയിൻ ആയിട്ട് CBD, THC, CBG എന്നൊക്കെ പറയും. ഇതിനകത്ത് THC എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് മെയിൻ ആയിട്ട് തലക്ക് പിടിപ്പിക്കുന്നത്. അപ്പൊ ഈ THC എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കൂടുതലായിട്ട് ഉത്പാദിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യിച്ച കാറ്റഗറിയാണ് ഹൈബ്രിഡ്. അത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ആണ് കിട്ടുന്നത്. അപ്പൊ അത് ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നാനില്ല, പുറത്തുനിന്നൊക്കെയാണ് തായ്ലാൻഡിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷെ ഞാൻ ഒന്ന് കറക്റ്റ് ആയിട്ടെ, കഞ്ചാവ് വലിച്ച് നാളെ വരെ ആരും മരിച്ചിട്ടില്ല. കഞ്ചാവ് ഒരു ദോഷവുമല്ല. പക്ഷെ ഇതിന്റെ പേരിൽ ഇവിടെ വിൽക്കപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സ്,
സിന്തറ്റിക് മെഡിസിൻസ് പോലും. നമുക്ക് സിന്തറ്റിക് ഡ്രഗ്സും ഇതും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വേറെ എപ്പിസോഡ് ചെയ്യാം. അല്ല, വേറെ എപ്പിസോഡ് ചെയ്യാം ഇതിനെ കുറിച്ചുള്ള. അപ്പൊ മദനകാമേശ്വരി ലേഹ്യം കഴിക്കുമ്പോൾ പ്രോഡക്റ്റ് ആണല്ലോ, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കഞ്ചാവിൽ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും കഞ്ചാവ് ഏറ്റവും ബെസ്റ്റ് മരുന്ന് എന്ന് പറയുന്നത് ക്യാൻസറിനാണ്. അതന്നെ, ഈ മെറ്റബോളിസം കറക്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ചിന്താധാര കറക്റ്റ് ആകും. അപ്പം നമുക്ക് ശത്രുത ഉണ്ടാവാണ്ട് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കാനും ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡെയിലി കഴിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആവും, ആരോഗ്യം നേരെയാവും, അപ്പം നമ്മുടെ ദിശാബോധം കറക്റ്റ് ആവും. ഇപ്പോൾ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞാൽ സവോള പോലെയാണ്, കത്തി വെച്ചാൽ കണ്ണ് നീറും കൈ നാറും. നേരെ മറിച്ച് ഓരോന്നായിട്ട് അഴിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ആശുപത്രി ചെലവ് കുറയും. ആശുപത്രി ചെലവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഗവൺമെന്റ് അംഗീകരിക്കാത്തത്? അത് ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഇതിന് അംഗീകാരം കിട്ടുന്നത്. ഞാൻ ഹിസ്റ്ററി പറയാനായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയില് ഇത് പണ്ടോട്ട് ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലായിരുന്നു. എന്നോട് ഡോക്ടർ ശ്രീകുമാർ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്, മോഡേൺ മെഡിസിനിൽ അങ്ങേ തലക്കിൽ പോയി അദ്ദേഹം ന്യൂട്രീഷൻ ചികിത്സയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ അടുത്ത കാലത്ത് ഈ കഞ്ചാവ് എന്ന് പറയുന്നത് നല്ല അത്ഭുത ഒരു ചെടിയാണ്, അത് ഇവിടുന്ന് തട്ടിക്കൊണ്ടാവുന്നതിന് ഭാഗമായി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു നിയമമാണ്, ഇത് വെറുതെ നിരോധിച്ചതാണ്. സത്യത്തിൽ ഇത് ശരിക്കും ധാരാളം അസുഖങ്ങൾക്ക്, ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങൾക്ക് വളരെ പ്രയോജനമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് തമ്പി നാഗാർജുന പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഈ സമയത്ത് നാം സ്മരിക്കേണ്ടത് ഡോക്ടർ CP മാത്യുവിനെയാണ്. അദ്ദേഹം അലോപ്പതി ഓങ്കോളജിയിൽ പ്രൊഫസറായിരുന്നു, മെഡിക്കൽ കോളേജിൽ 36 വർഷം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഒരു ലാടവൈദ്യൻ്റെ പുറകെ പോയിട്ട് ശിഷ്യപ്പെട്ടിട്ട് ആനന്ദകാന്ഡം എന്ന് പറയുന്നത്, ആനന്ദകാന്ഡം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ഒരു ആനന്ദഭൈരവൻ എഴുതിയേക്കുന്ന രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് 800 വർഷത്തിന് മുമ്പുള്ള. ആ ഗ്രന്ഥം കണ്ടെത്തിയിട്ട് അതിൽ നിന്നും ഉള്ള ഒരു യോഗം കണ്ടെത്തിയിട്ട് അദ്ദേഹം ഇതിന് വേണ്ടി, ഞാൻ ഇന്ന് ഈ പിണറായി കാണാൻ പോയതുപോലെ ഹൈക്കോടതിയിൽ 3 കൊല്ലത്തിന് മുമ്പ് പുള്ളി കേസുമായിട്ട് ചെന്നായിരുന്നു. ഡോക്ടർ CP മാത്യു ചെന്നിട്ട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ക്യാൻസർ രോഗങ്ങൾ ഇല്ലാണ്ടാവാൻ ഇത് പ്രയോജനപ്പെടും. ഞാൻ 3 ലക്ഷത്തോളം ആളുടെ ചികിത്സിച്ചതിൻ്റെ ടെസ്റ്റിമണി സഹിതം അദ്ദേഹത്തിന് ചെന്നപ്പോൾ അന്ന് ഈ പറഞ്ഞ കണക്ക് അവിടുത്തെ ആ ജഡ്ജി ചോദിച്ചത് നിങ്ങൾക്കിത് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചത്. നിങ്ങൾ ചോദിച്ച അതേ വെട്ടി ചോദ്യമാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് ധൈര്യമല്ല ഉള്ളത്, ഇതിനെക്കുറിച്ചുള്ള ബോധവും വിവരവും ഉണ്ട്, അത് കോടതിയിലേക്ക് പകർത്താൻ വന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കേസ് ഈ അടുത്ത കാലത്ത് മരിച്ചപ്പോൾ മുമ്പോട്ട് പോയില്ല, ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ NDPS ആക്ടിൽ ഇവർ ഇന്ന് ചെയ്യുന്നത് 99% ദുരുപയോഗമാണ്. വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെമ്പ് ലീഫിൻ്റെ എക്സ്ട്രാക്റ്റിന് പിടിക്കാൻ വകുപ്പില്ല. അതുപോലെ ചെടി വാഴുന്നത് പോലും ചെടി പുഷ്പിച്ചാൽ മാത്രമേ NDPS ആക്ടിൽ നർക്കോട്ടിക് ആക്ടിൽ വരുന്നുള്ളൂ. സെക്ഷൻ 2 അനുസരിച്ച് സീഡ്സ് നമുക്ക് പാലായിട്ട് കുടിക്കാം, സീഡ്സ് വറുത്ത് കഴിക്കാം. അതുപോലെ സീഡ്സിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഹെമ്പ് ഹട്സ് എന്ന് പറഞ്ഞുകൊണ്ട് രോഗികൾക്ക് ഫുൾ ഫ്ലെഡ്ജഡ് ഫുഡായിട്ട് കഴിക്കാം. അതിൽ നിന്നുണ്ടാക്കുന്ന ഓയിലുണ്ട്, ആ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സോറിയാസിസ് പോലുള്ള മാരക രോഗങ്ങൾ വരില്ല, അകത്ത് കഴിക്കാൻ കൊള്ളാം. അത് ഒരു കാര്യം കൂടെ, ഞങ്ങൾക്കിപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജെൽ ക്യാപ്സ്യൂള് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് വെച്ച് ലോഞ്ച് ചെയ്യുകയാണ്. മിക്കവാറും അടുത്ത മാസം നമ്മൾ അതിൻ്റെ ലോഞ്ചിങ് വരും. അത് പിന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് വളരെയേറെ പാലിയേറ്റീവ് കെയർ പ്രയോജനപ്പെടും. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മദനകാമേശ്വരിയിലേക്ക് എല്ലാ ദമ്പതികൾക്കും അത്യന്താപേക്ഷിതമായിട്ട് വളരെ ഉപയോഗിക്കുന്നതാണ്. ദാമ്പത്യ ജീവിത വിജയത്തിന് ഏറ്റവും ഫലപ്രദമാണ് മദനകാമേശ്വരി ലേഹ്യം എന്നാണ് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞതല്ല, സഹസ്രയോഗ ക്ലാസിക്കൽ ടെക്സ്റ്റിലുള്ള സഹസ്രയോഗത്തിലെ ടെക്സ്റ്റിലുള്ള ആയുർവേദ ടെക്സ്റ്റിലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി, തീർച്ചയായിട്ടും നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ച ആയുർവേദ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം റെഡിയാക്കുന്നു, ക്ലിയർ ആക്കുന്നു മാത്രമല്ല നമ്മളെ ഈ സെക്ഷലി എനർജറ്റിക് ആവുന്നു എന്നുള്ളതാണ് താങ്കൾ. തീർച്ചയായിട്ടും ആ സെക്ഷൽ എനർജറ്റി വരുമ്പോൾ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് മൊത്തത്തിൽ സന്തോഷത്തിലേക്ക് വരും. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നത്, ശുക്ലം കൃത്യമായ അളവിൽ ഉണ്ടാകുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളാണല്ലോ. അതിനൊക്കെ പരിഹാരം ധാതുപുഷ്ടി ഉണ്ടാവും. ധാതുപുഷ്ടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ധാതുപുഷ്ടി ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ശുക്ലം ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉത്തേജനം ഉണ്ടാവും. ഇത് സ്ത്രീകൾക്ക് നല്ലതാണ്, ആണുങ്ങൾക്ക് മാത്രമല്ല. കാര്യം സ്ത്രീകൾക്ക് ബ്രിട്ടിലിറ്റി എന്ന് പറഞ്ഞ സംഭവം വരും, യോനി വരണ്ടു പോയിട്ട് അവർക്ക് സെക്സിനോടുള്ള താല്പര്യം ഇല്ലാണ്ടാവും.
അതുപോലെ ഇപ്പോൾ ഇവർ ആധുനിക ശാസ്ത്രം ഒരു ശാസ്ത്രം ഇല്ലാണ്ടാണ് കപ്പിറക്കിയേക്കുന്നത് മെൻസ്ട്രേഷൻ പീരീഡിന്. ഇതിനൊന്നും ഒരു R&D ഇല്ല. ഇപ്പോൾ അടുത്ത കാലത്ത് അവർ കുറേ നാൾ കഴിഞ്ഞ് അസുഖങ്ങൾ വരും പറയും മെൻസ്ട്രേഷൻ പാഡ് ഉപയോഗിക്കാൻ പാടില്ല, സെർവിക്കൽ ക്യാൻസർ വരുമെന്ന്. എന്നും പറഞ്ഞാൽ അവരതിന് അടുത്ത റെമഡിയായിട്ട് കണ്ടെത്തുന്നത് ഒരു വാക്സിനാണ്. വാക്സിനൊന്നും അല്ല ഇന്ന് റെമഡി. അതിൻ്റെ റൂട്ട് കാസിൽ പോയിട്ട് പഴയ രീതിയിൽ കൂടെ തന്നെ കഴിവതും നമ്മൾ ശുദ്ധമായിട്ട് ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും നമ്മുടെ പരമ്പരാഗതമായിട്ട് നമുക്ക് വർഷങ്ങളായിട്ടുള്ള R&D കൂടെ കിട്ടിയ സാധനങ്ങളാണ്. ഇതിന് പുതിയ R&Dയുടെ പോലും ആവശ്യമില്ല. പക്ഷേ R&D ചെയ്തപ്പോഴും ഇവർ പറഞ്ഞേക്കുന്നതൊക്കെ സത്യമാണെന്ന് ആധുനിക ശാസ്ത്രം പോലും തെളിയിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് മുലപ്പാലിനകത്ത് കനാബിഡോൾ ഇല്ലേ, അതൊന്ന് വിശദീകരിച്ച്. അതിലേക്ക് കിടക്കാം ഇതിലേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഈ സംഭവം ഇങ്ങനെയുള്ള അത്ഭുത മരുന്നുകൾ ഉണ്ടാക്കുന്നതാണ്, അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താങ്കൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇൻവെസ്റ്റ് കേരളയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കണ്ട് 1000 കോടി രൂപ ടേൺ ഓവർ നമുക്ക് ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് പ്രയോജനമാണ്. ഈ ഇതിനെതിരെയുള്ള ഇതൊക്കെ പിൻവലിക്കണം താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. സിന്തറ്റിക് ഡ്രഗ്സിനെ നിരോധിക്കുകയും ഈ സാധനത്തിന് സർക്കാർ കൺട്രോൾ ചെയ്ത് കൂടെ പ്രൊമോട്ട് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആയുർവേദ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ബൂമായിരിക്കും. കാരണം വെച്ചാൽ ഇവിടെ അത് ടൂറിസത്തിന് തന്നെ പ്രയോജനപ്പെടും. ആയുർവേദത്തിൻ്റെ നട്ടൽ ഈറ്റില്ലമാണ് കേരളം ഇതിന് തയ്യാറാവണമെന്നാണ് വീണ്ടും എനിക്ക് ചീഫ് മിനിസ്റ്ററോടും അതിന് കൺസേൺഡുള്ള ഹെൽത്ത് മിനിസ്റ്ററോടും അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും കേരള സർക്കാർ ആരായിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു നല്ല കാര്യം സത്യസന്ധമായി സയന്റിഫിക്കായി പറയുമ്പോൾ അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്രീ പമ്പി നാഗാർജുന ആ ഇൻവെസ്റ്റ് കേരളയിൽ ഉന്നയിച്ചൊരു കാര്യം പഠന വിധേയമാക്കുകയും അങ്ങനെ ഇത്തരത്തിലുള്ള മരുന്നുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം കേരളം ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ചികിത്സാ രീതി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേറ്റവും ഫലപ്രാപ്തിയുള്ള മരുന്നാണ് ഈ മദന കാമേശ്വരി ലേഹ്യം എന്ന് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്പർ പറയൂ. 8281135900. അഖിലും നമ്പർ പറയും. 8431973346. ഇത് കൂടാതെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, www.cannalogic.in. അതൊന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞോളൂ. www.cannalogic.in. അത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റയിലൊക്കെ അവൈലബിൾ ആണ്. ആ രീതിയിൽ കൂടി ഇത് മധ്യപ്രദേശിൽ നിയമവിധേയമായി ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട സാധനമാണ്. മധ്യപ്രദേശിൽ പോയി ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലടക്കം വിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മൾ. ലോകത്തിലെ എല്ലായിടത്തും വിറ്റഴിക്കുന്നത് 2 മലയാളികളാണ്. നമ്മൾക്ക് ഇവരെ പ്രൊമോട്ട് ചെയ്യാം ഇത് നിയമവിധേയമെങ്കിൽ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. തീർച്ചയായിട്ടും നിയമവിധേയമാണ്. ഇത് പ്രൊമോട്ട് ചെയ്യാൻ തന്നെ വേണം. കാശ്മീർ മുതൽ കേരളം വരെ കന്യാകുമാരി വരെയും വിൽക്കാനുള്ള ലൈസൻസ് നമുക്കുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.